സൂപ്പർ പ്രിന്റിന്റെ അവസാന ഘട്ടത്തിലേക്ക് ഇനി കുറച്ച് സമയമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അതിഥികളോട് ചുരുക്കി മറുപടി പറയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഡോക്ടർ മേരി ജോർജ്, ഇവിടെ ഇപ്പോൾ ഈ നടപടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം സർക്കാർ പറയുന്നത് ഏതാണ്ട് 5.5 ലക്ഷത്തോളം പേർ മാത്രമാണ് ഇതിൻ്റെ രേഖകൾ തരാതിരിക്കുന്നത്. അവരും കൂടെ തരുന്നതോടെ കുഴപ്പങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയും. ചില്ലറ കുഴപ്പങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച് 7335 പേര് ഈ ക്ഷേമ പെൻഷനുകളും കൂടെ വാങ്ങുന്നുണ്ടെന്നുള്ള തട്ടിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഇൻകം ടാക്സ് നൽകുന്ന 8223 പേര്, 2 ഏക്കറിലധികം ഭൂമിയുള്ള 8763 പേര്, പുനർവിവാഹം ചെയ്ത 2766 പേര്, ഇങ്ങനെ കുറേ കുഴപ്പങ്ങൾ ഉള്ളവർ ഇതിലുണ്ട്. അതാണ് ഇപ്പോൾ ക്ലീനപ്പ് ചെയ്യുന്നത് എന്ന് പറയുന്നു. പക്ഷേ ഇന്ന് ധനമന്ത്രി ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് 14.5 ലക്ഷത്തോളം പേർ ഒന്നിലേറെ പെൻഷൻ വാങ്ങുന്നു എന്നാണ്. അപ്പോൾ ഈ പറയുന്ന ഇവരിപ്പോൾ കുഴപ്പക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്ന കണക്കുകളും ഈ 14 ലക്ഷവും തമ്മിൽ അജഗജാന്തരമുണ്ട്. വലിയ ഒരു പ്ലാനാണ് ധനമന്ത്രി തോമസ് ഐസക്കിന്റെ മുന്നിലുള്ളത്. വലിയൊരു വിഭാഗം ഇതിൽ നിന്നും പുറന്തള്ളപ്പെടും. അങ്ങ് പറയുന്നത് പോലെയല്ല, നാമമാത്രമായ തുക കൊണ്ട് ജീവിക്കേണ്ടിയും വരും. ഡോക്ടർ മേരി ജോർജ്. അതായത് വേണു, ഡോക്ടർ തോമസ് ഐസക്ക് നമ്മുടെ ഖജനാവിൻ്റെ ചുക്കാൻ പിടിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയതുപോലെ ആർക്കെങ്കിലും വാരിക്കോരി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ആ തീരുമാനത്തിലെത്തിയത്. ഈ 14 ലക്ഷം പേരിൽ നിന്ന് തന്നെ നേരത്തെ വേണു പറഞ്ഞല്ലോ, 5 ലക്ഷത്തോളം പേര് അവരുടെ ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ടില്ല, ആവശ്യപ്പെട്ട രേഖകൾ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അതിൽ തന്നെ ധാരാളം പേരും ഈ ഡ്യൂപ്ലിക്കേഷൻ ഒരു കാരണവശാലും അവരർഹിക്കാത്ത ഡ്യൂപ്ലിക്കേഷനാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും കൊടുക്കാതിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പെൻഷൻ, ഒരു വ്യക്തി ഒരു പെൻഷൻ എന്ന തത്വത്തിൽ തന്നെ ഗവൺമെൻറ്, അതായത് ഏത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഗവൺമെൻറ് ആണെങ്കിലും ജനങ്ങളെ കബളിപ്പിക്കാതെ ഒരു വ്യക്തി ഒരു പെൻഷൻ എന്ന തീരുമാനത്തിലേക്ക് തന്നെ വരണം. പക്ഷേ അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ പരമ്പരാഗത വ്യവസായ മേഖലയിൽ കേരളത്തിൽ മറ്റു മേഖലകളിൽ നിലവിലിരിക്കുന്നത് പോലെ മാന്യമായ വേതനം ഉറപ്പാക്കണം. അങ്ങനെ വേതനം ഉറപ്പാക്കി കഴിഞ്ഞാൽ ഇവരുടെ അരക്ഷിതാവസ്ഥ ഒരു വലിയ അളവ് വരെ മാറും. എന്തുകൊണ്ടാണ് അവർക്ക് വേതനം ഉറപ്പാക്കാൻ പറ്റാത്തത്? തോട്ടണ്ടി ലഭ്യമല്ല എന്നുള്ളതോ അല്ലെങ്കിൽ ഇവിടെ കയർ ഉൽപ്പാദനത്തിന് എന്താണ് പറയുക, തൊണ്ട് ലഭ്യമല്ല എന്നോ ഒക്കെ പറയുന്ന അത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് തോട്ടണ്ടി ലഭ്യമാകണം, അതിന് ആന്ധ്രയിൽ പോയി കൃഷി ചെയ്യേണ്ട കാര്യമില്ല, അതിന് ഷിമോഗയിൽ പോയി കൃഷി ചെയ്യേണ്ട കാര്യമില്ല, തോട്ടണ്ടി ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് നിന്ന് ഇറക്കുമതി ചെയ്യണം. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള നമുക്കറിയാം കുറച്ച് സമയമേ ഉള്ളൂ എന്നതുകൊണ്ട് ഡോക്ടർ മേരി ജോർജ് എന്നോട് ക്ഷമിക്കണം. അങ്ങ് ശ്രീ ആർ ചന്ദ്രശേഖരൻ, സാമ്പത്തിക ആസൂത്രണത്തിൽ ഐസക്കിന് അടുത്ത 5 വർഷം വൈദഗ്ധ്യം കാട്ടാനുള്ള അവസരമല്ല ഈ ജനം കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഏത് മേഖലയിലാണോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവരെ പരിഗണിക്കുക എന്ന പ്രശ്നവുമുണ്ട്. ഇപ്പം നേരത്തെയും ഐസക് ഇത്തരം കുബുദ്ധികൾ കാട്ടിയിട്ടുള്ളതാണ്. കുബുദ്ധിയല്ല, ബുദ്ധിശാലിത്വം കാട്ടിയിട്ടുള്ളതാണ്. നേരത്തെ വിരമിക്കൽ തീയതി ഏകീകരിക്കുക വഴി ഭംഗ്യന്തരേണ ആ സർക്കാർ ഒരിക്കലും ചെയ്യില്ല എന്ന് വിചാരിച്ച ഈ വിരമിക്കൽ പ്രായം ഉയർത്തുന്നതിലേക്ക് തന്നെ അദ്ദേഹം എത്തിച്ചു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ 14 ലക്ഷത്തിൻ്റെ ഒരു പുതിയ കണക്കും ക്ലീനപ്പും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതേ കാര്യം മോദി സർക്കാർ ചെയ്താൽ ഇവർ ഒന്നടങ്കം രംഗത്തിറങ്ങും. ആധാർ വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അർഹരായവരെയും കൂടി ഇല്ലാതാക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ഇവർ കലാപം ഉണ്ടാക്കും. അതേ രീതിയാണ് അവർ ഇവിടെ അവലംബിക്കുന്നത്. ആ വിമർശനത്തെ എത്രമാത്രം ശക്തമായി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഒരു കത്തിൻ്റെ ബലത്തിൽ മാത്രമല്ല താങ്കൾ ഇനി സംസാരിക്കേണ്ടത്. അല്ല, ഞങ്ങൾ എപ്പോഴും ഇതിനെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ധനകാര്യമന്ത്രി എന്നുള്ള നിലയിലുള്ള പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം ചില സങ്കല്പങ്ങൾ കൊണ്ടുവരുന്നത്. അതിനോടൊന്നും നമുക്ക് യോജിക്കാനേ കഴിയില്ല. കാരണം ഇത് പ്രതിപക്ഷത്തുള്ളപ്പോൾ ഒരു നിലപാടും ഭരണകക്ഷിയാകുമ്പോൾ മറ്റൊരു നിലപാടും, ഡബിൾ സ്റ്റാൻഡേർഡ് പാടില്ല എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഏത് മന്ത്രിയായാലും ഏത് ഗവൺമെൻറ് ആയാലും ഞങ്ങളിതിൽ പറയുന്ന ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവണം. ശാശ്വത പരിഹാരവും ജീവിത നിലവാരത്തിനനുസരിച്ചുള്ള വരുമാനവും ഉണ്ടാകണം. അത് പെൻഷനായാലും കൊള്ളാം, ശമ്പളമായാലും കൊള്ളാം. ഞങ്ങളിതിനെ കാണുന്നത് രാജ്യത്ത് ഈ ഗവൺമെൻറ് ചെയ്യേണ്ടത്, ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്യേണ്ടത് ഇതിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൂടെ കൂടിച്ചേർന്നുകൊണ്ടുള്ള അത് വിശാലാർത്ഥത്തിലുള്ള ഒരു സാധ്യത. ഞാൻ ചോദിക്കുന്നത് ഈ 14 ലക്ഷം പേർ പുറത്തു പോകും ഈ ക്ലീനപ്പിന്റെ ഭാഗമായി ധനമന്ത്രി പറയുന്നത് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക്. ശ്രീ ഷിബു ബേബി ജോൺ, ചുരുക്കം വാക്കുകൾ മറുപടി. എനിക്ക് മന്ത്രിയിലേക്ക് കൂടി അവസാനമായി പോകേണ്ടതുണ്ട്.
അല്ല, രണ്ട് കാര്യം എനിക്ക് പറഞ്ഞേ പറ്റൂ. ഒന്ന്, ഇതൊരു ഗൂഢാലോചന ആണെന്ന് ധാരണയിലല്ലേ ഞാൻ വന്നത്. പക്ഷെ ഇപ്പോൾ ഈ 14 ലക്ഷം പുറത്തു പോകുന്നുള്ളതും, അതുകൂടാതെ ബഹുമാനപ്പെട്ട ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ നാഷണൽ മിനിമം വേജ് വേണമെന്ന് പറയുമ്പോൾ, നാഷണൽ മിനിമം വേജ് വരുമ്പോൾ എങ്ങനെയാണെങ്കിലും കേരളത്തിനേക്കാൾ കുറഞ്ഞേ വരത്തുള്ളൂ നാഷണൽ മിനിമം വേജിന്റെ ആവറേജ്. അതിലേക്ക് പോകണം എന്ന് പറയുമ്പോഴും അതിലൊരു വൈരുദ്ധ്യം കാണുന്നു. പക്ഷെ ഇതിന്റെ നമ്മള് ദേശീയ മിനിമം വേതനം 600 രൂപ പെർ ഡേ വേണോന്നാ പറഞ്ഞേക്കുന്നത്. അതാവണമെന്നാ പറഞ്ഞേക്കുന്നത്. ഇന്നുള്ള ഓരോ സംസ്ഥാനത്തിന്റെ മിനിമം വേതനവും നമുക്ക് ഇന്ത്യ രാജ്യത്തെ മിനിമം വേതനം എത്രയാണെന്ന് അറിയാമല്ലോ. ഇന്ത്യ രാജ്യത്തെ മിനിമം വേതനം എത്രയാണെന്ന് അറിയാമല്ലോ. അന്നേരം ശരാശരി വരുമ്പോൾ നാഷണൽ മിനിമം വേജ് കേരളത്തിലെ മിനിമം വേജ് ആക്കണമെന്നല്ലല്ലോ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അന്നേരം എന്താകും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സാമാന്യ ബുദ്ധിയിൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഇതിന്റെ ഏറ്റവും ആപത്ത് എന്താണെന്നറിയാമോ? കേരള ഹൈക്കോടതി തന്നെ മുൻപൊരിക്കൽ ഒന്നിൽ കൂടുതൽ വെൽഫെയർ സ്കീം പാടില്ല എന്നൊരു വിധി പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ഇവർ സോഷ്യൽ വെൽഫെയർ പെൻഷനും തൊഴിലാളി ക്ഷേമ പെൻഷനും കൂടെ ഡീലിംഗ് ചെയ്യുകയാണെങ്കിൽ അതിന് ശക്തി പകരുകയും നാളെ ഒരു മുതലാളി പോയി ഇവർക്ക് സോഷ്യൽ പെൻഷൻ കിട്ടുന്നതായതുകൊണ്ട് ഞങ്ങൾക്കിത് കൊടുക്കേണ്ട കാര്യമില്ല, ഗവൺമെന്റ് ഇന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡുകൾ പൂർണ്ണ ഗുരുതരമായ പ്രതിസന്ധിയായിരിക്കും. ശരി. അവസാനമായി ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ, ഇത് വലിയ വിപത്തിലേക്കാണ് പോവുക. ഇത് അങ്ങേറ്റം തൊഴിലാളി വിരുദ്ധതയിലേക്കാണ് പോവുക. അതിനുള്ള പാത നിങ്ങൾ ഈ പറയുന്ന മുതലാളിമാർക്ക് ഒരുക്കി കൊടുക്കുന്ന തരത്തിലേക്കായി പോവുകയാണിത്. ഇല്ല, എല്ലാ തൊഴിലാളികൾക്കും പ്രായമായ 60 വയസ്സിന് മുകളിലുള്ള മുഴുവൻ പേർക്കും പെൻഷൻ ഉറപ്പാക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യം. എന്ന് മാത്രമല്ല, കശുവണ്ടി തൊഴിലാളികൾക്ക് ക്ഷേമനിധി പെൻഷനും EPF പെൻഷനും ഉറപ്പാക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ശ്രീ ഷിബുവിന് ഒരു ആശങ്കയും വേണ്ട. തൊഴിലാളികളുടെ EPFും ക്ഷേമനിധി പെൻഷനും ഉറപ്പായി ലഭ്യമാക്കും. മുഴുവൻ ആളുകൾക്കും 60 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും പെൻഷൻ ഉറപ്പാക്കും. ഒരു ഗൂഢാലോചനയുമില്ല, ഒരു ആസൂത്രിതമായ വേറെ നീക്കവുമില്ല, ഒരു ഭയപ്പാടും ആളുകൾക്ക് വേണ്ടതില്ല. ഈ ഗവൺമെന്റ് പറയുന്നത് നടപ്പിലാക്കാൻ ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റാണ്. പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് വേറൊന്നും എന്നുള്ള ലൈൻ അല്ല ഇടതുപക്ഷ മുന്നണിക്കുള്ളത്. ഒരാശങ്കയും ആർക്കും വേണ്ടതില്ലെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും ഗുരുതരമായ ഒരു പിഴവ് ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഘട്ടത്തിൽ തന്നെ മാതൃകാപരമായി തിരുത്തൽ നടപടിയിലേക്ക് ധനമന്ത്രിയും മന്ത്രി ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മയും പോകുന്നത് അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. വരും ദിവസങ്ങളിൽ ഇന്നത്തെ ചർച്ചയുടെ കൂടി ഒരു സത്ത ഉൾക്കൊണ്ടുകൊണ്ട് എന്തെങ്കിലും കൂടുതൽ അപാകതയോ തൊഴിലാളി വിരുദ്ധമായ സമീപനമോ ഈ ഗൈഡ് ലൈനിന്റെ ഉള്ളടക്കത്തിലുണ്ടെങ്കിൽ കൂടുതൽ ജാഗ്രതയോടെ അത് പരിഹരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. ഇനി വക്രദൃഷ്ടി കാണാം.